ഇങ്ങോട്ടുള്ള റോഡ് ബ്ലോക്ക് ആയതിനാൽ പുതിയ വഴി തെളിയുന്നു. വഴി വെട്ടി തെളിയുന്നു. അതും വെന്തവെട്ടിയിൽ നിന്നും വെറും 4 കിലോമീറ്റർ അകലെ. 4 കിലോമീറ്റർ. മുള്ളിയല്ല, എന്താ എടുക്കാറ്? കിണ്ണക്കുരൈ. വെന്തവെട്ടി ടു കിണ്ണക്കുരൈ. വെന്തവെട്ടി ടു കിണ്ണക്കുരൈ. മലാക്കിൻ്റെ കാടാട്ടോ ഇത്. എനിക്ക് തോന്നണതേ ഫസ്റ്റ് നമ്മളെ കാര്യം റോഡ് വെട്ടണതും ഒരു പിന്നെ അടുത്ത നമ്മളായിരിക്കും. ഇതല്ലേ വെന്തവെട്ടി? അല്ല, ഇത് എവിടെ നിന്നുള്ള പോയാലും അല്ല, ആ കാണുന്ന താഴെ ഞാൻ ഇന്നാളെ വന്നു ചോദിച്ചു അവിടെ ചേട്ടനോടെ. കുറച്ച് ദൂരം നടന്നു പോകാൻ പറ്റും, പിന്നെ കാടാണ്, റോഡില്ല. റോഡ് പണി തുടങ്ങുക ചോദിച്ചാൽ ഒന്നും അറിവായിട്ടുമില്ല. ഇതിങ്ങനെ അതുവരെ പണി നടന്നിട്ട് ബ്ലോക്ക് ആയതാണ്. ഒക്കെ പുതിയതാ വെട്ടുന്നേ. അത് പുതിയ തന്നെ. അല്ല, വടി എവിടെ? ഇതിനെ എടുത്തോ. വടിയില്ലെങ്കിൽ നടക്കൂല. അടുത്ത ടൂറിസ്റ്റ് പ്ലേസ് ആകാം കേട്ടോ അത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പെരുങ്കാടാണ്. നമ്മുടെ ആനവായിക്ക് പോകണ സ്ഥലമല്ലേ, അതിനേക്കാളും വലിയ കാടാണ്. ഇതിപ്പോൾ നമ്മൾ എത്ര കിലോമീറ്റർ കാട്ടുകൂടി മാത്രം പോന്നിട്ടുണ്ടാവും അല്ലേ? ഈ റോഡ് പുതിയതാ. ഇതിപ്പോ വെട്ടിയിട്ടുള്ളൂ അല്ലേ? ആരെങ്കിലും ഉണ്ടോ നോക്കട്ടോ. നമ്മളല്ല, മൃഗങ്ങള്. അതിന് സമയമാകാൻ ഇതുപോലെ ഇവിടെ ഇറങ്ങണമെന്നല്ല, ഇതുപോലെ നാടാണേ. ആ, ഈ പറല്ലേ അടച്ചോനെ. ഇങ്ങോട്ടോക്ക് എന്തെങ്കിലും ഇത് കഴിഞ്ഞോ? വെട്ടണ ലാസ്റ്റാ? ഇവിടെ എത്തിയിട്ടുള്ളൂ. ഈ മലൻ്റെ അപ്പുറമാണ് കിണ്ണക്കുരൈ. ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉണ്ടാവും. ഈ മല കയറി കഴിഞ്ഞാൽ കിണ്ണക്കുര എത്തി. ഇത് ലാസ്റ്റാണ്, എൻഡാണ്. ഇനി ഇങ്ങനെ തിരിഞ്ഞു പോവാ കാരണം അങ്ങനെ അയിമക്കാണ് കയറും. കഴിഞ്ഞു ഇതിന്റെ അപ്പുറം തന്നെയാണ് ഇതല്ലേ. ആ കാണുന്നുണ്ടോ? എന്തൊക്കെയോ ഒച്ചയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിഞ്ഞേ അങ്ങോട്ട് പോയേക്കാം. ഒരു ചോല കണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞപ്പോഴേ. ഈ മലൻ്റെ അപ്പുറം, ഈ കോടമുടിൻ്റെ അപ്പുറം കിണ്ണക്കുര അല്ലേ? എത്ര ഉണ്ടാവും? 1 കിലോമീറ്റർ ഉണ്ടാവോ? വിമാനം പറക്കണുമ്പോ ഒന്നല്ല, ഒരു 1/2 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അത്ര അടുത്ത സൗണ്ട്. എന്താ കാടല്ലേ എടാ. അവിടുന്ന് എന്തൊക്കെയോ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അല്ലേ, മൃഗങ്ങളെ. എവിടെ ഇളകുണ്ടോ? ആന കാട്ടുപോത്തൊന്നും ആകായിരുന്നോ? വല്ല പുലിയോ കടുവൊക്കെ ആണെങ്കിൽ പിന്നെ ഓടാൻ സമയം കിട്ടൂലല്ലോ. നമ്മളിപ്പോൾ തിക്ക് വമ്പം ഫോറസ്റ്റിൽ തന്നെ കേട്ടോ നിൽക്കണ്. വമ്പം കാട്ടില്ല. ആരെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം നമുക്ക്. എടാ, ഇവിടുന്ന് എസ്കേപ്പ് അങ്ങോട്ടോക്ക്. ഇതാരാ നോക്കാം, ഇതാരാ നോക്കാം. ഇങ്ങോട്ട് നോക്ക്. ഇതെന്താണ്? ആ ഇവിടുന്ന് എസ്കേപ്പ് ആയാലോ? ഇതൊക്കെ കാട്ടുപോത്തിൻ്റെ കാൽപ്പാടുകൾ. കാട്ടുപോത്തും ആന. ഇത് ആനക്കാരട്ടോ, ആനല്ല.
തൊലി ഇല്ലേ? അത് ഇവിടുത്തെ ആദിവാസികളെ മരുന്നിനായിരിക്കും. ഇവിടെ യാന ഇറങ്ങണം കേട്ടോ. ഇതുണ്ടോ ഇവിടെ പിന്നെ തീയൊക്കെ കത്തിച്ചിക്കണ് പകലേ. നമുക്ക് ചിലപ്പോൾ ഇനി രാത്രി ആയി കഴിഞ്ഞാൽ ഇതല്ലേ ഇപ്പോൾ കിണ്ണക്കരയിലെ പിന്നെ കോട മൂടുന്ന ഭാഗമല്ലേ ഇപ്പോൾ ഇത്? അപ്പുറം റോഡല്ലേ കിണ്ണക്കരയിൽ നിന്ന് വരുന്നത്, മഞ്ചൂരിൽ നിന്ന് വരുന്നത്. അടുത്ത് റോഡാവട്ടോ. ഇതിങ്ങനെ നടന്നു പോയാ കാട്ടുപോത്താണോ പുലിയാണോ? ഇതെന്തിൻ്റെടാ ഇത്? ഇത് കാട്ടുപോത്തിൻ്റെയാണ് അല്ലേ? ചാണകം. ഇല്ലേ, അതിന് കാട്ടുപോത്തിന്റെ കാലടയാളം കണ്ടു. അതൊന്നും പഴക്കല്ലാതെ മണ്ണൊന്നും മൂടിയില്ല, കറക്റ്റാ പുതിയതാ. ഒരു വിളയാടുന്ന സ്ഥലമാണെന്നാ തോന്നുന്നത്. കാരണം കിണ്ണക്കുറയിൽ നമ്മൾ പോണ സമയത്ത് കണ്ടിട്ടില്ലേ, കംപ്ലീറ്റ് കാട്ടുപോത്തുകളാണ്. കാട്ടുപോത്തിനെ കാണണം കണക്ക് നിർബന്ധ എന്നാ കുറച്ചുകൂടി കയറാം. ഏയ് ഒരു വിഷയമല്ല. നാളെ നമ്മള് കണ്ടില്ലേ, നാളെ റോട്ടിൽ നിന്നിട്ട് ആ വഴി തന്നെ. അതിക്കൂടി പൊഞ്ഞിണ്ട് വഴിയുണ്ടേ. ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ല, ഇതൊക്കെ വെട്ടിയിട്ട് റോഡ് അവർ സെറ്റാക്കണുള്ളൂ. സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കിണ്ണക്കരയ്ക്ക് ഇപ്പോൾ ഈ വെന്തവട്ടിന്ന് 4 കിലോമീറ്റർ കൊണ്ട് നമ്മളവിടെ എത്തും കിണ്ണക്കര. അപ്പോൾ ഇങ്ങനെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ വെട്ടി വന്നാൽ അപ്പുറത്ത് ചാടി കഴിഞ്ഞല്ലോ. അങ്ങനെ കയറിയിട്ട് അങ്ങനെ വരാൻ തോന്നുന്നുണ്ട്. അത് പോലെ ചിലപ്പോൾ സർവേ ഒക്കെ ചെയ്തിട്ടേ ആദ്യം. അതെ, വഴി വെട്ടുന്നത് വരെ പ്രശ്നമുള്ളൂ. വഴി വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിഷയമില്ല. പിന്നെ എങ്ങനെയായാലും അത് കൂടെ സഞ്ചാര വഴി ആവുകയും ചെയ്യും. അവിടെ ആരുണ്ട് കേട്ടോ, മുറുകാണോ അവിടെ? അവിടെ ആരുണ്ട്. ഇത് കൂടിയൊക്കെ സഞ്ചരിക്കുന്ന ആൾക്കാരെ കാട്ടുപോത്തിൻ്റെ ചാണകം കിടക്കണുണ്ടോ? ആരും കാണാൻ പറ്റുന്നില്ല. ഒച്ച ഉണ്ടാക്കണ്ട കേട്ടോ. ഉണ്ടാക്കണ്ട. അവിടെ ഉണ്ട്. ഒച്ച ഉണ്ടാക്കണ്ട. ഒച്ച ഉണ്ടാക്കിയാലേ നമ്മളെ സ്മെല്ല് ഇവർക്ക് തിരിച്ചറിയും. തോല്
ആദിവാസികളെ മരുന്നിൻ്റെ ഇറങ്ങണല്ല പ്രശ്നം. ഇറങ്ങുമ്പോൾ മുന്നിലാരും ഇല്ലായിരുന്നാൽ മതി. ഇറങ്ങുമ്പേ മുന്നിലാരും ഇല്ലായിരുന്നാൽ മതി. ഒച്ചയായി. കാരണം എന്താ വെച്ചാൽ 4 മണിയായാലേ ഇവർ 4 മണിയാക്കി തന്നെ റോഡുകൾക്ക് ഇറങ്ങും. ഇങ്ങനത്തെ റോഡിലേക്ക് ഇറങ്ങും. കാരണം ഈ ചെറിയ മൃഗങ്ങളെ ഇതൊക്കെ എന്തിനാ കട്ട് ചെയ്തത്? എന്താ പറയുക, ഓലെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടേ. ഏത് ഒച്ചയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇത് വേഗം പോരെ. പേടിയൊന്നുമില്ല, എന്നാലും വെറുതെ എന്തിനാ ഓലോട് തല്ലൂടാൻ നിൽക്കണേ മൃഗങ്ങളോട്? കാട്ടുപോത്താന്ന് എനിക്ക് തോന്നുന്നു. ആനയാണെങ്കിൽ ഒച്ച ഉണ്ടാക്കൂലേ. അവിടെ ഒരു കൂട്ടുണ്ട്. ഒച്ചയൊക്കെ ഉണ്ടോ?